വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആ പഠിക്കണേ. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിനെ കുറിച്ചാണ്. ആ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എക്വേരിൻ 2025 എന്നാണ്. ശ്രദ്ധിക്കുക, എക്വേരിൻ ട്ടോ. എക്വേരിൻ 2025. എക്വേരിൻ 2025 എന്ന് പറയുന്നത് ഒരു സൈനിക അഭ്യാസമാണ്. ഈ സൈനിക അഭ്യാസത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമായിരുന്നു? ഇന്ത്യയും മാലിദ്വീപും. അപ്പൊ ഇന്ത്യ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എക്വേരിൻ 2025. എക്വേരിൻ 2025 എന്നത് ഇന്ത്യ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ്. 2025 ഡിസംബർ മാസത്തിൽ ഗോൾഡ് കാർഡ് വിസ. എന്താണ് ഗോൾഡ് കാർഡ് വിസ? ഗോൾഡ് കാർഡ് വിസ പദ്ധതി ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഗോൾഡ് കാർഡ് വിസ പദ്ധതി ആരംഭിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. 2025 ഗോൾഡ് കാർഡ് വിസ പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ് രാജ്യം? അമേരിക്കയാണ്. നമ്മുടെ കേരള PSC യുടെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള PSC, നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയാ പഠിക്കണേ. അപ്പൊ PSC പരീക്ഷയുടെ കുറിച്ച് പഠിക്കുമ്പോൾ കേരള PSC യുടെ ചെയർമാൻ അറിയാത്ത കുട്ടികൾ പഠിച്ചു വെച്ചോളൂ. കേരള PSC യുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു ആണ് കേരള PSC യുടെ നിലവിലെ ചെയർമാൻ. ഡോക്ടർ MR ബൈജു. കേരള PSC യുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു. 2025 ഡിസംബർ മാസത്തില് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട സൈറ്റുകള് എന്തിൽ ഉൾപ്പെട്ടു എന്നാ പറയണേ? റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. എന്തിലാണ്? റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ആ സൈറ്റുകൾ ഏതൊക്കെയാണ്? അത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഒന്ന് സിലിസർ തടാകമാണ്. റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട തടാകമാണ് സിലിസർ എന്ന് പറയുന്ന തടാകം. അടുത്തത് കൊപ്ര റിസർവോയർ ആണ്. ഇവ രണ്ടും ഏത് സംസ്ഥാനത്താണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ സിലിസർ തടാകം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണെന്നും കൊപ്ര റിസർവോയർ ഛത്തീസ്ഗഡിലാണ് എന്നും മനസ്സിലാക്കി വെക്കാം. 2025 ഡിസംബർ മാസത്തിൽ റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിലിസർ തടാകം രാജസ്ഥാനിലുള്ളതും കൊപ്ര റിസർവോയർ ഛത്തീസ്ഗഡിലുള്ളതുമാണ്. എക്വേരിൻ 2025 എന്നത് ഇന്ത്യ മാലിദ്വീപ് സൈനിക അഭ്യാസമാണ്. തിരുവനന്തപുരമായിരുന്നു അതിന്റെ വേദി. 2025 ഡിസംബർ മാസത്തിൽ ഗോൾഡ് കാർഡ് വിസ പദ്ധതി ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്കയാണ്. കേരള PSC യുടെ ചെയർമാൻ ഡോക്ടർ MR ബൈജു. 2025 റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിലിസർ തടാകം രാജസ്ഥാനിൽ നിന്നുള്ളതും കൊപ്ര റിസർവോയർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളതുമാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയേണ്ടത് രാജ്കുമാർ ഗോയൽ ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? രാജ്കുമാർ ഗോയൽ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ കുറെ അധികം സാധ്യതയുള്ളതാണ്. ഇപ്പൊ പുതിയതാണ്, അപ്പൊ എങ്ങനെയായാലും ചോദിക്കും. ഗോയലാണ് കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. അപ്പോ ഇദ്ദേഹം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ്. കൂടാതെ ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിട്ട്, മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കൂടാതെ ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് വേറെ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിട്ട് ഒരു മലയാളിയെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഇൻഫോർമേഷൻ കമ്മീഷണറായ മലയാളി ആരാണ്? PR രമേശ് ആണ്. PR രമേശ്. ചോദിക്കാം, ഇൻഫോർമേഷൻ കമ്മീഷണറായ ആദ്യ മലയാളിയാണ് PR രമേശ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയല്, കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർ PR രമേശ് ആണ്. ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? PR രമേശ് ആണ്. ഇനി അടുത്തത് G7 എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബദലായി ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ ഒരുങ്ങുന്ന പുതിയ സംഘടനയുടെ പേര് എന്താണ്? കോർ 5 എന്നാണ് സംഘടനയുടെ പേര്. G7 എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബദലായി ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ ഒരുങ്ങുന്ന പുതിയ സംഘടനയുടെ പേര് കോർ 5 എന്നാണ്. റഷ്യ,
അതുപോലെ തന്നെ ചൈന, അതുപോലെ ജപ്പാൻ, റഷ്യ, ചൈന, ജപ്പാന്, ഇന്ത്യ, പിന്നെ ആരുണ്ടാവും? അമേരിക്ക ഉണ്ടാവും അല്ലെ? ഇത്രയും രാജ്യങ്ങൾ കൂടി ചേർന്നതാണ് കോർ 5 എന്ന് ഉദ്ദേശിക്കുന്നത്, കോർ 5 കൺട്രീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ G7 ബദലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പോകുന്ന പുതിയ സംഘടനയുടെ പേര് കോർ 5 എന്നാണ്. അമേരിക്കയുണ്ട്, റഷ്യ, ചൈന, ജപ്പാൻ, ഇന്ത്യ, ഇവരൊക്കെയാണ് കോർ 5 ഉള്ളത്. അടുത്തത് നടൻ നിവിൻ പോളി അല്ലെ? നടൻ നിവിൻ പോളി ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. അങ്ങനെ നടൻ നിവിൻ പോളി ആരംഭിച്ച പുതിയ സ്റ്റാർട്ടപ്പിന്റെ പേര് എന്താണ്? ക്രേവ് എന്നാണ്. എന്താണ്? ക്രേവ്. നടൻ നിവിൻ പോളിയുടെ പുതിയ സ്റ്റാർട്ടപ്പിന്റെ പേര് എന്താണ്? ക്രേവ് ആണ്. ഇനി കേസുകൾ, പല കേസുകളും എവിടെ വരും? പോലീസ് സ്റ്റേഷനുകളിൽ വരും. അങ്ങനെ കേസുകളുമായി ബന്ധപ്പെട്ട് അതില് സ്ത്രീകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ആരുണ്ടാവാം? ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും, സ്ത്രീകൾ ഉണ്ടാവും, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ സ്ത്രീകളെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ എങ്ങനെ പരിഗണിക്കണം, കേസുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഗണിക്കണം എന്ന് സംബന്ധിച്ച് പോലീസിന് ഒരു പരിശീലന പദ്ധതി കൊടുക്കുകയാണ്. ആ പദ്ധതിയുടെ പേരാണ് ബോധ്യം പദ്ധതി. എന്താണ്? ബോധ്യം പദ്ധതി. അപ്പൊ കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും എങ്ങനെ പരിഗണിക്കണം എന്ന് സംബന്ധിച്ച പോലീസിനുള്ള പരിശീലന പദ്ധതിയുടെ പേര് ബോധ്യം എന്നാണ്. നിവിൻ പോളിയുടെ പുതിയ സ്റ്റാർട്ടപ്പിന്റെ പേര് ക്രേവ് എന്നാണ്. G7 ബദലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരാൻ പോകുന്ന പുതിയ സംഘടന കോർ 5 ആണ്. കോർ 5 അംഗങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയവയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയൽ. അദ്ദേഹത്തിനൊപ്പം ഇൻഫോർമേഷൻ കമ്മീഷണറായ ആദ്യം മലയാളിയാണ് PR രമേശ് എന്ന് പറയുന്നത്. ആരാണ്? PR രമേശ് ആണ്. അടുത്തത് കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ്? കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ്? കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത. അനിൽകുമാർ, ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത. ജസ്റ്റിസ് N അനിൽകുമാർ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത്, ഈ അടുത്ത് GI ടാഗ് ലഭിച്ച അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രത്യേകതരം കത്തി ഏതാണ്? അതിന്റെ പേര് ഡാവോ എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഡാവോ. ഇപ്പൊ DAO, ഡാവോ. അതിനാണ് എന്ത് ലഭിച്ചത്? ഈ ഡിസംബറിൽ എന്ത് ലഭിച്ചത് എന്നാ പറയണത്? GI ടാഗ് ലഭിച്ചത്. അത് അരുണാചൽ പ്രദേശിൽ നിന്നുള്ളതാണ്. അതൊരു കത്തിയാണ്, അവിടുത്തെ ഗോത്ര വിഭാഗക്കാരുടെ. അതിന്റെ പേരെന്താണ്? ഡാവോ എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഡാവോ എന്നാണ്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പവർ മ്യൂസിയം നിലവിൽ വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പവർ മ്യൂസിയം നിലവിൽ വരുന്നത് കാർബി ഗാഫിയ എന്ന് പറയുന്ന താപവൈദ്യുത നിലയത്തിലാണ്. എവിടെയാണ്? കാർബി ട്ടോ. കാർബി ഗാഫിയ എന്ന് പറയുന്ന താപവൈദ്യുത നിലയത്തിലാണ്. എവിടെയാണ് കാർബി ഗാഫിയ താപവൈദ്യുത നിലയം കാണപ്പെടുന്നത്? എവിടെയാണ്? പാറ്റ്നയിലാണ്. എവിടെയാണ്? പാറ്റ്ന. അപ്പോ എന്താ പറയുന്നത്? ഇന്ത്യയിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന പവർ മ്യൂസിയം ഒരു താപവൈദ്യുത നിലയത്തിലാണ് വരുന്നത്. കാർബി ഗാഫിയ എന്നാണ് താപവൈദ്യുത നിലയത്തിന്റെ പേര്. ആ താപവൈദ്യുത നിലയം എവിടെയാണ്? പാറ്റ്നയിലാണ്. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ, പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ശൃംഖല, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം ഏറിയതും അതുപോലെ തന്നെ ഡ്രൈവർ ഇല്ലാത്തതുമായ ഡ്രൈവർലെസ് ട്രെയിൻ ശൃംഖലയുടെ പേര്, ട്രെയിൻ ശൃംഖല എവിടെയാണ്? റിയാദ് മെട്രോ. ഏതാണത്? റിയാദ് മെട്രോയാണ്. എന്താണ്? റിയാദ് മെട്രോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും പൂർണ്ണമായിട്ടും ഡ്രൈവർ ഇല്ലാത്തതുമായിട്ടുള്ള ട്രെയിൻ ശൃംഖലയാണ് ഏതെന്ന് പറഞ്ഞാൽ റിയാദ് മെട്രോ എന്ന് പറയുന്നത്. എന്താണ്? റിയാദ് മെട്രോ. ഏതാണത്? റിയാദ് മെട്രോയാണ്. ക്ലിയർ ആയില്ലേ? ഇന്ത്യയിൽ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ നമ്മുടെ
നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ഇന്ത്യയിൽ. എവിടെയാണ് മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ്. എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയുടെ പ്രതിമ ഇന്ത്യയിൽ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, 2025-26 യൂണിയൻ ബഡ്ജറ്റിൽ യൂണിയൻ ബഡ്ജറ്റിൽ നമ്മൾ ഒരു കാര്യം പ്രഖ്യാപിക്കേണ്ടായി, ദേശീയ മക്കാന ബോർഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ച്. എന്താണ് ദേശീയ മക്കാന ബോർഡ്? ദേശീയ മക്കാന ബോർഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടായി. അങ്ങനെ ദേശീയ മക്കാന ബോർഡ് ബീഹാറിൽ രൂപീകരിച്ചു. അങ്ങനെ ആ ദേശീയ മക്കാന ബോർഡിന്റെ ആദ്യ യോഗത്തിന്റെ വേദി നടന്നത്, ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? ഡൽഹിയിലാണ്. ദേശീയ മക്കാന ബോർഡ് രൂപീകരിച്ചത് ബീഹാറിലാണ്. പക്ഷെ ദേശീയ മക്കാന ബോർഡിന്റെ ആദ്യത്തെ യോഗത്തിന്റെ വേദി എവിടെയാണ്? ഡൽഹിയിലാണ്. താമരവിത്ത്, മക്കാന എന്നിട്ട് താമരവിത്ത്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന താമരവിത്താണ് എന്ത് പറഞ്ഞ മക്കാന എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ 2025-26 യൂണിയൻ ബഡ്ജറ്റില് പ്രഖ്യാപിച്ച ദേശീയ മക്കാന ബോർഡിന്റെ ആദ്യത്തെ യോഗം നടന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. മക്കാന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബീഹാറിലാണ്. മെസ്സിയുടെ പ്രതിമ ഇന്ത്യയിൽ എവിടെയാണ് ആച്ഛാദനം ചെയ്തത്? കൊൽക്കത്തയിലാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഡ്രൈവർലെസ് ട്രെയിൻ ഏതാണ്? റിയാദ് മെട്രോ ആണ്. പവർ മ്യൂസിയം അല്ലെ, കാർബിഗാഫി എന്ന് പറയുന്ന താപവൈദ്യുത നിലയത്തിലാണ് ആരംഭിക്കുന്നത്. അതെവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പവർ മ്യൂസിയം ആരംഭിക്കുന്ന കാർബിഗാഫിയ താപവൈദ്യുത നിലയം പാറ്റ്നയിലാണ്. ഇനി അരുണാചൽ പ്രദേശിൽ നിന്ന് ഈ അടുത്തിടെ GI ടാഗ് ലഭിച്ച കത്തി ഗോത്ര വിഭാഗക്കാരുടെ കത്തിയുടെ പേരാണ് ഡാവോ എന്ന് പറയുന്നത്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി അല്ലെ, ആ സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ആരാണ് സെബിയുടെ ചെയർമാൻ? തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. ആരാണ് സെബിയുടെ ചെയർമാൻ? തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ പഠിച്ചു നിങ്ങൾ പോവുക. ഇന്ന് തൊട്ട് മാത്സ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നൈറ്റിൽ നമുക്ക് 8:18 ക്ലാസ് മാത്സ് ക്ലാസ് അപ്ലോഡ് ചെയ്യാം. മാത്സ് ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കാം കേട്ടോ.